അതിന് നല്ലൊരു CPI ന്യൂസ് ഉണ്ടായിരുന്നു 6 മണിക്ക്. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്സൈഡ് സ്പൈക്കാണ് നമുക്കവിടെ മുകളിലേക്ക് വന്നത്. ഇത്രയും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ആ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇപ്പോൾ ബെയറിഷ് തന്നെയാണ്. യൂറോ യുഎസ്ഡിയിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ആ CPIയുടെ ന്യൂസിൻ്റെ ഒരു സ്പൈക്ക് നമുക്ക് ഇവിടെ കാണാം. പക്ഷേ ഗോൾഡിനെ പോലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തിൽ ക്രിയേറ്റ് ചെയ്ത ഡേ ക്യാൻഡിലിൻ്റെ ഹൈ എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴത്തേക്കുള്ള സെൽ ഓഫാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഞാനിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർലി നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കി കാണാം. ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ യൂറോ യുഎസ്ഡി നിൽക്കുന്നത്. യൂറോ യുഎസ്ഡി ഒരു സ്റ്റിൽ ഒരു ബെയറിഷ് ടെൻഡൻസിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡിൽ പോലെ തന്നെ ഒരു സെൽ സൈഡിലേക്ക് കിട്ടുന്ന കൺഫർമേഷൻസ് കറക്റ്റായിട്ട് ഗ്രാബ് ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്ക് ഗോൾഡിൻ്റെ അപ്ഡേറ്റ് സ്ട്രൈറ്റ് നമുക്ക് നോക്കാം. ഇന്നലെ നമ്മളൊരു ന്യൂസിൻ്റെ സമയത്തായിരുന്നു നമ്മൾ ഇന്നലത്തെ ഒരു മാർക്കറ്റ് അനലൈസ് ഇട്ടത്. അതിന് നല്ലൊരു CPI ന്യൂസ് ഉണ്ടായിരുന്നു 6 മണിക്ക്. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്സൈഡ് സ്പൈക്കാണ് നമുക്കവിടെ മുകളിലേക്ക് വന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കഴിഞ്ഞ മൺഡേ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലത്തെ ആ ന്യൂസിൽ ആ ഗ്യാപ്പ് ഡൗണിൽ ഏകദേശം അതിൻ്റെ 50% ഫില്ല് ചെയ്തതിന് ശേഷം ആ സെൽ ഓഫ് അഗെയിൻ പിന്നെയും കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ആ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യാൻ ഇത്രയും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ആ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇപ്പോൾ ബെയറിഷ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ഇന്ന് മോർണിംഗ് ആയപ്പോഴേക്കും അത് കറക്റ്റായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇനിയും നമ്മൾ പ്രൈസ് ഒരു ബെയറിഷിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ ഒരു ഓർഡർ ഫ്ലോ നമുക്ക് മുകളിലായിട്ട് കാണാം. സോ ഈ ഏരിയയിലേക്ക് വന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് സെല്ലിലേക്ക് തന്നെ പോവാം. സോ ഏത് ലെവൽ വരെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന 4005 അല്ലെങ്കിൽ 4000 റേഞ്ച് വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സെല്ല് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടി ഫെയിൽ ആയി കഴിഞ്ഞാൽ അപ്കമിങ് ലെവൽസ് ആയ 3900 3600 ലെവലിലേക്കൊക്കെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കാണാനായിട്ട് പറ്റും. ഫ്യൂച്ചറല്ല, നമുക്കൊരു തൊട്ട് നിയർലി ഒരു 2-3 വീക്സ് അല്ലെങ്കിൽ ഒരു മന്തിനകത്ത് ആ ഒരു ഏരിയയിലേക്ക് ഡ്രോപ്പ് ആവുന്നതായിട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി പരമാവധി അവോയ്ഡ് ചെയ്യുന്നതാണ് ഗോൾഡിൽ നല്ലത്. ഒരു സെൽ സൈഡിലേക്കുള്ള കൺഫർമേഷൻ മാക്സിമം അത് എടുക്കുക. ഒരു സെഷൻസിൻ്റെ ഹൈയോ അല്ലെങ്കിൽ ഒരു മേജർ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഒരു എൻട്രീസൊക്കെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അറ്റ് ദ മൊമെൻറ്റ് പ്രൈസ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫോറക്സ് ഫാക്ടറി ഒക്കെ ആണെങ്കിൽ 6 മണിക്ക് PPI ആൻഡ് PPIയുടെ ഒരു ന്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡ് ചെയർമാൻ്റെ ഒരു ടെസ്റ്റിഫൈസും നമുക്ക് ഇന്ന് ഒരു 7:30 ഉണ്ട്. അപ്പോൾ ഒരു ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ആണെന്നുള്ളത്. ഇന്നലത്തെ പോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ന്യൂസ് നമുക്കിന്ന് കാണാനായിട്ട് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. സോ പ്ലാൻ യുവർ ട്രേഡ് ഒരു ന്യൂസിന് ശേഷം മാത്രം ട്രേഡ് പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് യൂറോ യുഎസ്ഡിയിലേക്ക് നോക്കാം. യൂറോ യുഎസ്ഡിയിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ആ CPIയുടെ ന്യൂസിൻ്റെ ഒരു സ്പൈക്ക് നമുക്ക് ഇവിടെ കാണാം. പക്ഷേ ഗോൾഡിനെ പോലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിൽ ക്രിയേറ്റ് ചെയ്ത ഡേ ക്യാൻഡിലിൻ്റെ ഹൈ എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴത്തേക്കുള്ള സെൽ ഓഫാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. അതിനിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർലി നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കി കാണാം. ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ യൂറോ യുഎസ്ഡി നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എക്സ്പാൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു എക്സ്പാൻഷൻ മേ ബി ഈ കാണുന്നൊരു ഹൈ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്കുള്ളൊരു എക്സ്പാൻഷനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഒരു യൂറോ യുഎസ്ഡി ഒരു സ്റ്റിൽ ഒരു ബെയറിഷ് ടെൻഡൻസിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡിൽ പോലെ തന്നെ ഒരു സെൽ സൈഡിലേക്ക് കിട്ടുന്ന കൺഫർമേഷൻസ് കറക്റ്റായിട്ട് ഗ്രാബ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂറോ യുഎസ്ഡിയിൽ ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡ്സും നോക്കാവുന്നതാണ്. അതായത് റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെഷൻസിൻ്റെ ഹൈ ഓർ ലോ എടുത്തതിന് ശേഷമുള്ള ഒരു ചെറിയ റീസെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ വരെ TP ബുക്ക് ചെയ്ത് മാറാവുന്ന ഒരു സ്കാൽപ്പിംഗ് ആണ് നമുക്കിപ്പോൾ യൂറോ യുഎസ്ഡിയിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു മേജർ മൂവ്മെൻറ്റം നമുക്ക് ഇപ്പോൾ യൂറോ യുഎസ്ഡിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആകെ ഒരു 20-30 പിപ്സാണ് ഒരു ആവറേജ് മൊമെൻറ്റം നമുക്കിപ്പോൾ ഒരു സെൽ ഓർ ബൈ ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ബെറ്റർ ഒരു 20 പിപ്സിലൊക്കെ നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നതിന് മുമ്പ് ന്യൂസ് ഇവൻറ്റ് ഫോറക്സ് ഫാക്ടറി ചെക്ക് ചെയ്യുക. അതിൽ റെഡ് ഫോൾഡർ ന്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം ന്യൂസ് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഫണ്ടഡ് അക്കൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചലഞ്ച് ഫേസ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. മാസ്റ്റർ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂസ് ട്രേഡ് ഒരു നിങ്ങൾക്ക് പ്രോഫിറ്റ് കൗണ്ടബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ട്രേഡ്സും
നിങ്ങൾ വളരെയധികം വാച്ച് ചെയ്യുക, അതിനുശേഷം ന്യൂസ് നോക്കുക, അതിനൊരു കറക്റ്റായിട്ടുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും സർട്ടൈൻ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും എന്നുള്ളൊരു വാശി മാറ്റി എനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പെർസെൻറ്റേജ് റിസ്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു വ്യക്തമായ ധാരണ വെച്ച്, അതുപോലെ തന്നെ എവിടെ നിന്ന് ബൈ ചെയ്യണം, എവിടെ നിന്ന് സെല്ല് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നേരത്തെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഏരിയയിൽ വരുമ്പോൾ മാത്രം ബൈ ആൻഡ് സെല്ല് ചെയ്യുക. അതിന് മുമ്പ് ഒരു ബൈ ടെൻഡൻസിയോ സെൽ ടെൻഡൻസിയോ കിട്ടിക്കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു തിയറി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ യൂറോ USD ആൻഡ് ഗോൾഡ്. നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.